രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിന്റെ രാധയുടെ പ്രണയം 177ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. പക്ഷെ നമ്മുടേതിപ്പം പുതിയ രാധയുടെ പ്രണയമാണ്. ഇത് 3ാമത്തെയോ 4ാമത്തെയോ എപ്പിസോഡ് എങ്ങാണ്ടാണ്. ഇതിന് മുമ്പുള്ള എപ്പിസോഡ് കാണണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. പ്ലേലിസ്റ്റിൽ ഞാൻ രാധയുടെ പ്രണയം പുതിയതെന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളത് കാണുക. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. ചൊവ്വാഴ്ച 12 മണിക്കാണ് രാധയുടെ പ്രണയം. ബുധനാഴ്ച 12 മണിക്ക് ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ് കിട്ടും. വ്യാഴാഴ്ച 12 മണിക്ക് ജയദേവ കവിയുടെ ജീവിത കഥ, ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത അഷ്ടപതി എഴുതിയ ജയദേവ കവിയുടെ ജീവിത കഥ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കേൾക്കുക. എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കണമെങ്കിൽ ഞാൻ കൊല്ലത്താണ്. ദൂരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഹോസ്റ്റൽ സൗകര്യമുണ്ട്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, അല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നുള്ളതാണ് എൻ്റെ രീതി. അതിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ എൻ്റെ 96453339 വിളിച്ചാൽ മതി. അതുപോലെ ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കേൾക്കുക. ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ 96453339 വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് പ്ലേലിസ്റ്റ് എടുത്ത് അഷ്ടാവക്ര ഗീത കേൾക്കണം. ഒരു ഹിന്ദു ജനിച്ചു മരിക്കുന്നതിന് മുമ്പ് അഷ്ടാവക്ര ഗീത കേൾക്കാതെ ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പോകരുതേ. അതേ കണക്ക് രാധികാ കവചം പഠിപ്പിച്ചിട്ടുണ്ട്, അത് കേൾക്കണം നിങ്ങൾ. ആ ക്ലാസ് കേട്ടിട്ട് വേണം അത് ചൊല്ലാനായിട്ട്. പിന്നെ രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും ഇല്ലാതെയും പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. അതേ കണക്ക് തന്നെ നമ്മൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളുണ്ട്, ഷോർട്ട് വീഡിയോസ് ഉണ്ട്, ശ്രീബുദ്ധനെ കുറിച്ചുണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ എന്നും രാവിലെ മോർണിംഗ് മെസ്സേജ് കിട്ടും. അപ്പോൾ അതൊക്കെ കേൾക്കുക. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. बरसाने वाली राधा रानी की जय.
എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ സംരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് അപകടങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ നമ്മുടെ രാധയുടെ പ്രണയം ആരംഭിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്നൊരു വീഡിയോ ഉണ്ട്. അതൊരു വിശുദ്ധമായ വീഡിയോ ആണ്. നിശ്ചയമായും അത് കാണണം. അതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് എൻ്റെ 96453339 ഒരു മെസ്സേജ് അയച്ചാൽ ഞാൻ ലിങ്ക് അയച്ചു തരുന്നതാണ്. അല്ലെങ്കിൽ എന്നെ വിളിച്ചു പറഞ്ഞാൽ മതി. അപ്പോൾ യശോദാമ്മയുടെ നിർബന്ധപ്രകാരമാണ്, യശോദാമ്മ മുൻകൈ എടുത്തിട്ടാണ് രാധാറാണിയും അയനും തമ്മിലുള്ള വിവാഹം ഉറപ്പിക്കുന്നത്. ഇതേ യശോദാമ്മ അമ്പലത്തിൽ വെച്ച് ആരെ കണ്ടുമുട്ടുകയാണ്? അയന്റെ കാമുകിയായ അമാവാസിയെ കണ്ടുമുട്ടുകയാണ്. അവിടെ വെച്ച് പൂജാരിയുടെ അടുത്ത് പറയുകയാണ്, എനിക്ക് ചെയ്തതുപോലുള്ള പൂജ ഇവക്ക് ചെയ്തു കൊടുക്കൂ, അവരുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടി ചെയ്തു കൊടുക്കൂ. അമാവാസിയാകട്ടെ അയന ഭർത്താവായി കിട്ടാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? പൂജയ്ക്ക് വരുന്നത്. അപ്പോൾ എന്തു ചെയ്യുന്നു? ഒരേ സമയത്ത് രാധാറാണിയുമായുള്ള വിവാഹം യശോദാമ്മ ഉറപ്പിക്കുന്നു. അതേ സമയത്ത് തന്നെ ആ രാധാറാണിയെ കളഞ്ഞിട്ട് അയൻ അമാവാസിയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ട പൂജയ്ക്ക് ഏർപ്പാട് ചെയ്തു. ഇവിടെ തികച്ചും വെട്ടിലായി പോയത് ആരാണ്? സാക്ഷാൽ മഹാദേവനാണ്. മഹാദേവൻ അമ്പരന്ന് പോയി. ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? എന്താ ഞാൻ ചെയ്യേണ്ടത്? ഈ പൂജ നടത്തിയാൽ ഞാനത് സാധിച്ചു കൊടുക്കുകയും വേണമല്ലോ. പക്ഷെ ആ പൂജ ഗംഭീരമായി നടന്നു. അപ്പോൾ പൂജാരി ചോദിച്ചു, അല്ലേ? പൂജാരി ഒടുവിൽ അനുഗ്രഹിച്ചു, നീ ആഗ്രഹിക്കുന്ന പുരുഷനുമായി ഒന്നാകട്ടെ, നിനക്ക് 100 മക്കളുണ്ടാകട്ടെ, അല്ലെങ്കിൽ 100 മക്കൾക്ക് തുല്യമായ ഒരു പുത്രൻ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അമാവാസി അവിടെ നിന്ന് വേഗം വീട്ടിലേക്ക് പോവുകയായിരുന്നു. അന്നേരം മനസ്സുകൊണ്ടൊരു തീരുമാനമെടുത്തു, ഇനി യശോദയുമായി ഒരു മുഖാമുഖം അതിനി വേണ്ട, അതൊരിക്കലും വേണ്ട. അവര് വളരെ പരിശുദ്ധയായ ഒരു സ്ത്രീയാണ്, ഞാനാകട്ടെ ഒരു ദേവദാസി മാത്രമാണ്. ഞാൻ അവരുടെ സഹോദരന്റെ കാമുകയാണെന്നും എന്നും രാത്രി ഞങ്ങൾ ഒന്നിക്കുന്നു എന്നും അറിഞ്ഞാൽ എന്തായിരിക്കും യശോദയുടെ പ്രതികരണമെന്ന് ആലോചിച്ചപ്പോൾ ആ ഒരു നിമിഷം അമാവാസ്യ ഞെട്ടിപ്പോയി. അന്ന് രാത്രി അയൻ ആ അമാവാസിയെ തേടിയെത്തിയപ്പോൾ അവൾക്ക് വല്ലാതെ പനിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയൻ അടുത്തിരുന്നിട്ട് പറഞ്ഞു, അമാവാസിയെ, നിനക്ക് നന്നായി പനിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അമാവാസ്യ ഭ്രാന്ത് പിടിച്ചതുപോലെ അയനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് രാജാജി, അയനെ അങ്ങനെയാണ് വിളിക്കുന്നത്, രാജാജി, ഞാനൊരു കാര്യം പറയട്ടെ. അപ്പൊ ചോദിച്ചു, എന്താണ് എൻ്റെ കറുത്ത സുന്ദരി? നീ എന്ത് ചോദിച്ചാലും ഞാൻ സാധിച്ചു തരുമല്ലോ. രാജാജി, എനിക്കൊരു കുഞ്ഞിനെ തരുമോ? എനിക്ക് അങ്ങയുടെ കുഞ്ഞിനെ പ്രസവിക്കണം. രാജാജി, അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ഞാൻ വീഴുകയാണ്. എനിക്കൊരു കുഞ്ഞിനെ വേണം രാജാജി. ഭ്രാന്ത് പിടിച്ചതുപോലെ പുലമ്പുകയായിരുന്നു. അപ്പോൾ അയൻ അവളെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തിട്ട് പറഞ്ഞു, എൻ്റെ സുന്ദരി, നിനക്കെന്താ പറ്റിയത്? നിനക്ക് എന്തോ പ്രശ്നമുണ്ടായിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെ പറയുന്നത്.
അപ്പോൾ പറഞ്ഞു, അതെ, എനിക്ക് പ്രശ്നം ഉണ്ടായി രാജാജി. ഞാൻ ഇന്ന് ക്ഷേത്രത്തിൽ വെച്ച് യശോദയെ കണ്ടു. അയനൊന്ന് ഞെട്ടിപ്പോയി. അയൻ പറഞ്ഞു, എന്ത്, യശോദയെ കണ്ടോ? അതെ, നിങ്ങൾ തമ്മിൽ സംസാരിച്ചോ? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അയൻ അക്ഷരാർത്ഥത്തിൽ അമ്പരന്നിരുന്നു. അപ്പോൾ പറഞ്ഞു, എന്താണ്? അപ്പോൾ പറഞ്ഞു, നോക്കൂ യശോദ എത്ര നല്ല സ്ത്രീയാണ്. എനിക്ക് അവരുടെ മുഖത്ത് നോക്കാൻ പോലും മടി തോന്നി. നോക്കൂ രാജാജി, യശോദാമ്മ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയാണ് അവിടെ വന്നത്. അപ്പോൾ അയൻ പറഞ്ഞു, അതെ, ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പറഞ്ഞു, എനിക്ക് ചെയ്ത പൂജ ഈ അമാവാസിക്കും ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പൂജാരി യശോദാമ്മയുടെ നിർബന്ധപ്രകാരം എനിക്കായിട്ട് പൂജ നടത്തി തന്നു. അപ്പോൾ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മനസ്സിൽ ഒരു പുരുഷനെ കാണുന്നു. അയാളെ എനിക്ക് ഭർത്താവായി കിട്ടണം, അയാളുടെ കുഞ്ഞിനെ വേണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അമാവാസിയെ കോരിയെടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്തു അയൻ തുരുതുര ചുംബിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു അമാവാസിയെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്നു. അവൾ വരിഞ്ഞു മുറുക്കിയിട്ട് പറഞ്ഞു, അത് മതി, അത് മതി, അത് മതി, എനിക്ക് അതിനപ്പുറം ഒന്നും വേണ്ട, ഒന്നും വേണ്ട. അന്ന് അവര് വീണ്ടും ഒന്നായി മാറുകയായിരുന്നു. ദിവസങ്ങൾ ഒന്നൊന്നായി കടന്നു പോവുകയാണ്. ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ അമാവാസ്യയുടെ ഉത്കണ്ഠ കൂടിക്കൂടി വരികയാണ്. അവൾ ഓരോ ദിവസവും അയനെ കാത്തിരിക്കും. അയൻ വരുന്നതിന് ഒരല്പമൊന്ന് താമസിച്ചു പോയാൽ അവൾക്ക് വല്ലാത്ത ഉത്കണ്ഠയാണ്. അയ്യോ, ഇന്ന് വരില്ലേ, ഇന്ന് വരില്ലേ, എന്നെ ഉപേക്ഷിച്ചോ. കാരണം അമാവാസ്യയുടെ മനസ്സിൽ മറ്റുള്ളവർ പറഞ്ഞു കേട്ട ഒരറിവുണ്ട്. രാധ അതീവ സുന്ദരിയാണ്. രാധയുടെ മുന്നിൽ ഞാൻ ആരുമല്ല, അമാവാസ്യ ഒന്നുമല്ല. അങ്ങനെ വരുമ്പോൾ രാധയുമായുള്ള വിവാഹ ദിനം അടുത്തു വരികയാണ്. അപ്പോൾ രാധയുമായുള്ള കൂടിക്കാഴ്ചകൾ വരുമ്പോൾ എന്നെ മറക്കുമോ, എന്നെ വേണ്ടെന്ന് വെച്ചിട്ടാണോ അയൻ ഇന്നത്തെ ദിവസം വരാത്തത് എന്ന പരിഭ്രമമാണ്. വിവാഹ ദിവസം അടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അയൻ വന്നു. അയൻ വന്നപ്പോൾ അവൾ എന്തു ചെയ്തു? അയൻ എപ്പ വന്നു കഴിഞ്ഞാലും ചെയ്യും. എന്താണ്? നല്ല നേർത്ത കണ്ണാടി പോലത്തെ വസ്ത്രം ധരിക്കും, സുഗന്ധദ്രവ്യങ്ങൾ പൂശും, ആഭരണങ്ങൾ ധരിക്കും. മാറിടത്തിന്റെ കുറച്ചു ഭാഗം കാണത്തക്കവണ്ണമാണ് അവൾ വസ്ത്രങ്ങൾ ധരിക്കുന്നത്. ആ സുതാര്യമായ വസ്ത്രത്തിലൂടെ അവളുടെ അംഗവടിവുകൾ തെളിഞ്ഞു കാണും. അതേ, അമാവാസ്യ മനസ്സിലൊന്ന് കണക്കുകൂട്ടിയായിരുന്നു. രാധയ്ക്ക് അസാമാന്യമായ സൗന്ദര്യമാണ്. പിന്നെ അയനെ കീഴ്പ്പെടുത്താൻ ഒന്നേ പറ്റൂ, കാമം. ആ കാമത്തിൽ അവനെ കുരുക്കുക. താനാകട്ടെ ദേവദാസിയാണ്, കാമകല അഭ്യസിച്ചവളാണ്. അതിനകത്ത് അയനെ കുരുക്കുക, അത് മാത്രമാണ് ഒരു വഴി. അതുകൊണ്ട് അയനെ പ്രലോഭിപ്പിക്കുന്നതിന് വേണ്ടി സുതാര്യമായ വസ്ത്രങ്ങൾ ധരിക്കും. അങ്ങനെ അവനെ കാമത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. അവൾ ദേവദാസിയായതുകൊണ്ട്, എല്ലാ കലകളും പഠിച്ചതുകൊണ്ട് അവൾക്കൊരു പുരുഷനിൽ കാമാഗ്നി പടർത്താൻ സാധിക്കും. ഇപ്പോൾ അമാവാസ്യ എന്ന് പറഞ്ഞാൽ അയന് ഭ്രാന്താണ്. അതായി നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. രാധാറാണിയുമായുള്ള വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം. പക്ഷേ രാധാറാണിയെ കെട്ടാൻ പോകുന്ന ചെറുക്കനാകട്ടെ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു ദേവദാസിയുടെ വീട്ടിലാണ് അന്തി ഉറങ്ങുന്നത്. അവൾ അവനെ കാമകലകളെല്ലാം അഭ്യസിപ്പിച്ചു. അവനെ കാമകലയുടെ അത്യുന്നതിയിലേക്ക് കൊണ്ടുപോയി. അവനാകട്ടെ കാമഭ്രാന്തനായി ആ പെൺകുട്ടിക്ക് അടിമയായി മാറുകയാണ്. ഇതൊന്നും അറിയാതെ രാധാറാണിയും
നോക്കൂ, ഇവളുടെ സൗന്ദര്യം അമാവാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സെക്സി ഫിഗറാണ്. അതാണ് അമാവാസി എന്ന് പറയുന്നത്. ആരെയും പ്രലോഭിപ്പിക്കുന്ന, ആരെയും മോഹിപ്പിക്കുന്ന ശരീര വടിവുള്ളവളാണ്. അവളെ മോഹിച്ചുകൊണ്ട് പല പല രാജാക്കന്മാര് വന്നു, പല പല പ്രഭുക്കന്മാര് വന്നിട്ട് പറഞ്ഞു, അയൻ ഗോപൻ നിനക്ക് തരുന്നതിൻ്റെ 10 ഇരട്ടി പണം തരാം, എന്നോടൊപ്പം കഴിയണം, എന്നോടൊപ്പം കഴിയണം. പക്ഷേ സാധാരണഗതിയിൽ ഒരു ദേവദാസി അതിൽ വീണു പോകുന്നതാണ്. പക്ഷേ അമാവാസ്യ പറഞ്ഞു, ഇല്ല ഇല്ല, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. എൻ്റെ ശരീരത്ത് അയൻ ഗോപനല്ലാതെ മറ്റൊരാൾ തൊടുന്നത് എനിക്ക് ഓർക്കാൻ പോലും വയ്യ, എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ വേറെ എവിടേക്കും വരില്ല, ആരുടെയും ഭാര്യയാകാൻ ഞാൻ ഒരുക്കമല്ല എന്ന. നോക്കൂ, അയൻ ഗോപൻ വലിയ വില കൊടുത്താണ് എന്നെ സ്വന്തമാക്കിയത്. ഞാൻ ഒരു ദേവദാസിയാണ്. പക്ഷെ അവൻ എൻ്റെ കന്യകാത്വം എടുത്ത ആ നിമിഷം മുതൽ ഞാൻ അയൻ ഗോപനുള്ളതാണ്, അവന് വേണ്ടി മാത്രമുള്ളതാണ്. അങ്ങനെ പറഞ്ഞ് എല്ലാവരെയും മാറ്റി നിർത്തി. എങ്കിലും ആ അമാവാസിയെ ഒരു കാര്യം ഭയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. തൻ്റെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീ, താൻ ഒരു ദേവദാസിയാണ്. ദേവദാസികൾക്ക് വിവാഹം പറഞ്ഞിട്ടില്ല. പക്ഷേ തൻ്റെ ചാരിത്ര്യം കവർന്നെടുത്ത അയൻ, അവന് ഞാൻ എൻ്റെ ശരീരം മാത്രമല്ല അവൻ്റെ മനസ്സും കൊടുത്തിരിക്കുന്നു. ഇനി എനിക്ക് അവനെ വേർപിരിയാൻ വയ്യ. അവൻ രാത്രി വന്നിട്ട് രാവിലെ പോകുമ്പോൾ പോലും ഞാൻ തകർന്നു പോകുന്നു. അതെ, അവൻ എൻ്റെ വീട്ടിൽ രാത്രി മാത്രം വന്ന് വസിക്കുന്ന ഒരാളാണ്. ഒരു ദേവദാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദേവദാസിയുടെ ജോലി എന്ന് പറയുന്നത് തനിക്ക് ആരാണോ പണം തരുന്നത് ആ പണം തരുന്നവന് ശരീരം നൽകുക, അവനെ പരമാവധി സന്തോഷിപ്പിക്കുക, പക്ഷേ മനസ്സ് നൽകരുതെന്നാണ്. ഒരു ദേവദാസിയും തൻ്റെ അടുക്കൽ വരുന്ന പുരുഷന് മനസ്സ് നൽകാറില്ല. വൻ തുക നൽകി തന്നെ സ്വന്തമാക്കിയ അയൻ, ആ അയന് ഞാൻ പക്ഷേ മനസ്സ് കൊടുത്തുപോയി, അവൻ എനിക്കും മനസ്സ് തന്നു. രാധാറാണി അതീവ സുന്ദരിയാണത്രേ. പക്ഷേ ഈ അമാവാസ്യ കണ്ട ആ അയനെ, അമാവാസ്യ തൊട്ട അയനെ മാത്രമേ രാധയ്ക്ക് തൊടാൻ പറ്റൂ. രാധ രണ്ടാമതാണ്, അവിടെ ഒന്നാമത് ഞാൻ തന്നെയാണ്, അമാവാസിയായ ഞാൻ തന്നെയാണ്. രാധയെ നിന്നെ തൊടുന്നതിന് മുമ്പ് അയൻ എന്നെ തൊട്ട് കഴിഞ്ഞു. നിന്റെ ശരീരങ്ങൾ കാണുന്നതിന് മുമ്പ് അയൻ എൻ്റെ ശരീരം കണ്ടു കഴിഞ്ഞു. ഞാനാണ് അവനെ തൊട്ട സ്ത്രീ, ഞാൻ തൊട്ട പുരുഷനെ മാത്രമാണ് നിനക്ക് തൊടാൻ സാധിക്കുന്നത്. ആ അർത്ഥത്തിൽ ഞാൻ തന്നെയാണ് വലുത്, ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കും. അതേ സമയത്ത് അവളുടെ മനസ്സിലേക്ക് തോഴിയുടെ വാക്കുകളും വരും. രാധ 1000 ചന്ദ്രന്മാരെ വെല്ലുന്ന സ്വർണ്ണ നിറമുള്ള ശരീരം, അതിലയൻ വീട് പോകുമോ? രാധയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പറയുന്ന വാക്കുകളൊക്കെ അയൻ മറന്നു പോകുമോ? അതേ, പുരുഷന്മാരങ്ങനെയാണ്. കാമുകിയോട് രതിസുഖം അനുഭവിക്കാൻ എന്തും പറയും. പക്ഷെ അവൻ ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയാൽ, അതും തന്നേക്കാൾ 10 മടങ്ങ് സുന്ദരിയായ ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയാൽ നിശ്ചയമായും തന്നെ മറക്കും. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ കാണാം, എന്തു ചെയ്യുന്നു? അയൻ വരികയാണ്. അവൾ ഓടിച്ചെന്നു അയൻ്റെ അടുത്ത് പറഞ്ഞു, നോക്കൂ, വിവാഹ ജീവിതം നിനക്ക് അടുത്തടുത്ത് വരികയാണ്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പോൾ അയൻ പറഞ്ഞു, പ്രിയപ്പെട്ട അമാവാസി, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് നീ എന്തിനാണ് വിഷമിക്കുന്നത്?
സത്യത്തിൽ വിവാഹം എന്ന് പറയുന്നത് പ്രണയത്തെ നശിപ്പിക്കുന്ന ഒന്നാണ്. രണ്ട് ആത്മാക്കള് അത് ഒന്നു ചേരുന്നതിന് ഏറ്റവും വലിയ തടസ്സമാണ് വിവാഹം എന്ന് പറയുന്നത്. നോക്കൂ അമാവാസ്യ, എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ ആത്മാവും എല്ലാം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ഒരു പുരുഷനെ സന്തോഷിപ്പിക്കുന്നതിൽ നിന്നോളം ഈ ലോകത്ത് ഒരു സ്ത്രീയും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, എല്ലാവരുടെയും നിശ്ചയപ്രകാരം രാധ എൻ്റെ ഭാര്യയാകും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നീ തന്നെയാണ് ആദ്യത്തെ ഭാര്യ. എനിക്ക് രാധ വന്നതുകൊണ്ട് ഒരു മാറ്റവും വരില്ല. നോക്കൂ അമാവാസ്യ, ഞാൻ നിനക്ക് വാക്ക് നൽകുകയാണ്. നിന്നെ ഞാൻ ഒരിക്കലും വിട്ടുപോകില്ല. നിന്നെ ഞാൻ ഒരിക്കലും വിട്ടുപോകില്ല. അപ്പോൾ അമാവാസ്യ പറഞ്ഞു, ഇത് സത്യം തന്നെയാണോ? നാളെ സുന്ദരിയായ രാധ വരുമ്പോൾ ഈ അമാവാസ്യയോട് പറഞ്ഞ വാക്ക് ഓർമ്മിക്കുമോ? അപ്പോൾ രണ്ട് കൈകൾ കൊണ്ട് അമാവാസ്യയെ അയൻഗോപൻ കോരിയെടുത്തിട്ട് പറഞ്ഞു, അമാവാസ്യേ, നീ എൻ്റെ പ്രാണനാണ്, നീ എൻ്റെ ജീവനാണ്. നോക്കൂ അമാവാസ്യേ, നീ എന്നോട് നേരത്തെ ഒരാഗ്രഹം പറഞ്ഞില്ലേ? എൻ്റെ കുഞ്ഞിനെ നിനക്ക് പ്രസവിക്കണമെന്ന് നീ പറഞ്ഞില്ലേ? അമാവാസ്യ, തയ്യാറാകൂ. നീ അയൻഗോപന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോവുകയാണ്. അയൻഗോപന്റെ കുഞ്ഞിനെ പ്രസവിക്കുന്ന ആദ്യത്തെ സ്ത്രീ നീയായിരിക്കും. രാധയായിരിക്കില്ല. ഇത് ഞാൻ തരുന്ന വാക്കാണ്. ഇന്ന് ഈ മുഹൂർത്തത്തിൽ നിന്നിൽ ഞാൻ പടർന്നു കയറുകയാണ്. എൻ്റെ കുഞ്ഞിന്റെ ബീജത്തെ നിന്നിലേക്ക് ഞാൻ പ്രവഹിപ്പിക്കാൻ പോവുകയാണ് അമാവാസ്യ. തയ്യാറെടുത്തുകൊള്ളൂ. അയൻഗോപന്റെ കുഞ്ഞിനെ സ്വീകരിക്കാൻ തയ്യാറെടുത്തുകൊള്ളൂ. രാധയല്ല, നീ തന്നെയാണ് എൻ്റെ പ്രാണൻ. അമാവാസ്യ. അപ്പോൾ അമാവാസ്യ ചോദിച്ചു, സത്യമാണോ രാജാജി? സത്യമാണോ ഈ പറയുന്നത്? അതെ, അയൻ പറയുന്നത് സത്യമാണ് രാജാജി. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് പറയട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞാൽ ഇഷ്ടപ്പെടാതിരിക്കുമോ? അപ്പോൾ അയൻ ചോദിച്ചു, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. അല്ല, ഞാനൊരു ദേവദാസിയാണ്, എനിക്കതിന് അർഹതയില്ലാത്തതാണ്. എങ്കിലും അങ്ങയുടെ കുഞ്ഞിനെ ഏറ്റുവാങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം അവൾ നിർത്തി, അയലവളുടെ മുഖത്തേക്ക് നോക്കി. അതിനു മുമ്പ് രാജാജി മഹാദേവനെ സാക്ഷിയാക്കി മഹാദേവന്റെ മുന്നിൽ വെച്ച് എൻ്റെ കഴുത്തിൽ ഒരു മിന്നു കെട്ടാമോ? അങ്ങനെ നിയമപരമായി നമ്മൾ ഭാര്യാഭർത്താക്കന്മാരാകട്ടെ. അങ്ങനെ മഹാദേവന്റെ മുന്നിൽ ദൈവാനുഗ്രഹത്താൽ ഭാര്യാഭർത്താക്കന്മാരായി തീർന്നിട്ട് കുഞ്ഞ് ജനിക്കട്ടെ. അമാവാസ്യ, എൻ്റെ അമാവാസ്യ, നിന്നെ വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് സന്തോഷമാണുള്ളത്. അത് വിധിപ്രകാരം തന്നെ നടക്കണം. അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന പൗർണമി ഇനി ഒരു ദിവസവും കൂടെ കാത്തിരുന്നാൽ മതി. അന്നത്തെ ദിവസം 7 മണി കഴിയുമ്പോൾ, അതായത് രാത്രി 7:30 കഴിഞ്ഞ് 8 മണിക്കകത്ത് വെച്ചുള്ള ശുഭമുഹൂർത്തത്തിൽ നിന്റെ കഴുത്തിൽ മഹാദേവന്റെ മുന്നിൽ വെച്ച് ഞാൻ താലി കെട്ടിയിരിക്കും. മതി രാജാജി, എനിക്കത് മതി. അവൾ അയനെ വാരിപ്പുണർന്നു, അയൻ അവളെയും വാരിപ്പുണർന്നു.
പൗർണമിയായി. അവൾ കാത്തിരിക്കുകയാണ് അയൻ വരാനായി കാത്തിരിക്കുകയാണ്. അവൾ വിവാഹ വസ്ത്രം ധരിച്ചു, ചുണ്ടിൽ ചായം പുരട്ടി, മുടിയിൽ മുല്ലപ്പൂ ചൂടി, കടും ചുവപ്പ് നിറത്തിലെ സാരി ധരിച്ചു, സ്വർണ്ണ കൊലുസണിഞ്ഞു, മുത്തുമാല ധരിച്ചു. അതെ അവള് കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അയൻ വരുന്നത്. ഒപ്പം അയന്റെ കൂടെ ഒരു അതിസമർത്ഥനായ ബ്രാഹ്മണൻ, അയന്റെ ഏറ്റവും വിശ്വസ്തൻ, ലോകത്തൊരിടത്തും ആ രഹസ്യം ചോരാതെ കാത്തു സൂക്ഷിക്കുന്നവൻ, അമാവാസിയെ അമ്പരന്ന് നോക്കി. അപ്പോൾ അയൻ പറഞ്ഞു, അമാവാസിയെ, നിന്നെ ഞാൻ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്ന് നിനക്ക് മനസ്സിലായോ? നിന്നെ ഞാൻ എന്തുമാത്രം പ്രണയിക്കുന്നു എന്ന് മനസ്സിലായോ? നീ പറഞ്ഞത് നിന്റെ കഴുത്തിൽ മഹാദേവനെ സാക്ഷിയാക്കി ഒരു താലി കെട്ടാനാണ്. അതിന് മാത്രം ഞാൻ തയ്യാറല്ല. കാരണം എല്ലാ വിധിപ്രകാരവും ഞാൻ എങ്ങനെയാണോ രാധയെ വിവാഹം കഴിക്കുന്നത്, അതേ വിധിപ്രകാരം എനിക്ക് നിന്നെ വിവാഹം കഴിക്കണം. ബ്രാഹ്മണൻ വന്നു. അവിടെ ഹോമകുണ്ഡമൊരുക്കി അഗ്നിക്ക് ചുറ്റും അവർ നടന്നു. അവരുടെ വസ്ത്രാഞ്ചലങ്ങൾ പരസ്പരം ബന്ധിച്ചു. അയാൾ വേദമന്ത്രങ്ങൾ ചൊല്ലി. ശുഭമുഹൂർത്തം അടുത്തു വരികയാണ്. അതെ അയനും അമാവാസിയെയും മുഖാമുഖം നിന്നു. പൂജാരിയുടെ നിർദ്ദേശപ്രകാരം അയൻ പറഞ്ഞു, ഹരഹര മഹാദേവ, ഹരഹര മഹാദേവ, ഹരഹര മഹാദേവ. ഞാനിതാ അമാവാസിയെ അഗ്നിസാക്ഷിയായി എൻ്റെ പത്നിയായി സ്വീകരിക്കാൻ പോകുന്നു. അയന്റെ പത്നി അമാവാസിയായിരിക്കും. അയന്റെ പത്നി അമാവാസ്യ മാത്രമായിരിക്കും. അനുഗ്രഹിക്കുക മഹാദേവ. അപ്പോൾ പൂജാരി പറഞ്ഞു, താലി ചാർത്താൻ സമയമായി. മന്ത്രം ചൊല്ലിക്കൊണ്ട് താലി ചാർത്തു. അയൻ താലിയെടുത്തു, അമാവാസ്യയുടെ കഴുത്തിലേക്ക് വെച്ചു. അമാവാസ്യയുടെ കണ്ണുകൾ ആനന്ദം കൊണ്ട് നിറഞ്ഞു. ഇത്രയും സ്നേഹം തന്നിലുണ്ടെന്ന് കരുതിയില്ല. തന്നെ അവൻ എന്തുമാത്രം പ്രണയിക്കുന്നു. അയന്റെ ചുണ്ടുകളിൽ നിന്ന് ആ മന്ത്രം വന്നു. അതേ മന്ത്രം തന്നെ അമാവാസ്യയും ചൊല്ലി. അതേ വിവാഹം കഴിക്കുമ്പൻ രണ്ടു കൂട്ടരും ഒരേ സമയം ചൊല്ലുന്ന മന്ത്രം, മാംഗല്യം തന്തുനാ അനേന മമ ജീവനാഹേതുനാ കണ്ഠേ ബന്ധാമി സ്വഭഗേ ത്വം ജീവ ശരശ്ദശ്യുതം. ഓം മാംഗല്യം തന്തുനാ അനേന മമ ജീവനാഹേതുനാ കണ്ഠം ബന്ധാമി സുഭഗേ ത്വം ജീവ ശരദശ്യുതാം. അതേ അയൻ അമാവാസ്യയുടെ കഴുത്തിൽ താലി കെട്ടി. പൂക്കൾ പൂജാരി വാരിച്ചൊരിഞ്ഞു. പൂജാരി കൊടുത്ത പൂമാല ആരുടെ കഴുത്തിലേക്ക് ചാർത്തി? അമാവാസ്യയുടെ കഴുത്തിലേക്ക് ചാർത്തി. അമാവാസ്യ മറ്റൊരു പൂമാല അയന്റെ കഴുത്തിലേക്ക് ചാർത്തി. അയൻ സിന്ദൂരച്ചെപ്പ് തുറന്നു. സിന്ദൂരമെടുത്ത് അവരുടെ നെറുകയിൽ നീളത്തിൽ കുറി തൊട്ടു. അപ്പോൾ പൂജാരി വന്ന് അനുഗ്രഹിച്ചു, നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായി കഴിഞ്ഞിരിക്കുന്നു. മഹാദേവന്റെ മുന്നിൽ നിങ്ങളാണ് ഇനി ഭാര്യാഭർത്താക്കന്മാര്. ഇനി എന്നെ പോകാൻ അനുവദിച്ചാലും. അയാൾക്ക് കനത്ത ദക്ഷിണ നൽകി. അമാവാസിയാകട്ടെ അയാൾക്ക് സ്വർണമാലകൾ നൽകി. അയാൾ അവരെ ആശീർവദിച്ച് കടന്നുപോയി. അപ്പോൾ അയൻ പറഞ്ഞു
അമാവാസ്യ, അമാവാസ്യ. ഇനി ആർക്കാണ് ഇത് നിഷേധിക്കാൻ കഴിയുക? ഇനി ആർക്കാണ് ഇത് നിഷേധിക്കാൻ കഴിയുക? നമ്മൾ വിവാഹിതരായി, നമ്മൾ വിവാഹിതരായി. ഇനി ആർക്കും ഇത് നിഷേധിക്കാൻ കഴിയില്ല. അമാവാസ്യയെ തന്റെ കൈകളിൽ എടുത്തുയർത്തി. അമാവാസ്യയാകട്ടെ അയന്റെ കൈകളിൽ കിടന്ന് അവന്റെ കഴുത്തിലൂടെ തന്റെ കൈകൾ ചുറ്റി. അപ്പോൾ പറഞ്ഞു, നമ്മുടെ വിവാഹത്തിന് സാക്ഷാൽ മഹാദേവനാണ് സാക്ഷി. അമാവാസ്യയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. എൻ്റെ പെണ്ണേ, എൻ്റെ കറുത്ത പെണ്ണേ, നീ കരയരുത്, നീ കരയരുത്. നീ അയൻഗോപന്റേതാണ്. നീയാണ് എൻ്റെ പ്രണയം, നീയാണ് എൻ്റെ ഭാര്യ, നീയാണ് എൻ്റെ സർവസ്വവും. രാധയല്ല, രാധയല്ല, നീയാണ്, നീയാണ്. രാധയ്ക്ക് മുമ്പ് നിന്നെ ഞാൻ വിവാഹം ചെയ്തു കഴിഞ്ഞു. എൻ്റെ പെണ്ണെ, എൻ്റെ പെണ്ണെ, ഈ അയന്റെ പ്രാണൻ നീയാണ്, അയന്റെ ജീവൻ നീയാണ്, അയന്റെ ശ്വാസം നീയാണ്, അയന്റെ ശ്വാസം നീയാണ്. നീ എൻ്റെ ഭാര്യയാണ്. അവളെ കൊണ്ട് കട്ടിലേക്ക് കിടത്തി. അവളുടെ സാരി അഴിഞ്ഞു. അതെ, അവർ ഒന്നാവുകയാണ്, അവർ ഒന്നാകുകയാണ്. അയൻ ഗോപൻ അവൾക്ക് കുഞ്ഞിനെ നൽകുകയാണ്. അയൻ ഗോപൻ അവൾക്ക് കുഞ്ഞിനെ നൽകുകയാണ്. അയന്റെ ബീജം ഏറ്റുവാങ്ങാൻ അവൾ തയ്യാറാവുകയാണ്. അയന്റെ ബീജം ഏറ്റുവാങ്ങാൻ അവൾ തയ്യാറാവുകയാണ്. ഒടുവിൽ 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 അത് സംഭവിച്ചു. അയന്റെ ബീജം, അയന്റെ ബീജം അമാവാസ്യയുടെ ഗർഭപാത്രത്തിലേക്ക്, അമാവാസ്യയുടെ ഗർഭപാത്രത്തിലേക്ക് അയാൾ തളർന്ന കറുത്ത സുന്ദരിയുടെ നെഞ്ചിലേക്ക് വീണു. അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അമാവാസ്യ ഗർഭിണിയായി, അമാവാസ്യ ഗർഭിണിയായി. ഇവിടെ ഒരു കറുത്ത സുന്ദരിയുടെ നെഞ്ചിൽ തളർന്നു കിടക്കുന്ന അയൻ, അയന്റെ കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ ഏറ്റുവാങ്ങി ഒരു കറുത്ത സുന്ദരി. അങ്ങ് ദൂരെ ബർസാനയിൽ, അങ്ങ് ദൂരെ ബർസാനയിൽ ഒരു കറുത്ത സുന്ദരനെ സ്വപ്നം കണ്ട് രാധാറാണി. അതെ, ഇവിടെ ഒരു കറുത്ത സുന്ദരിയുടെ നെഞ്ചിൽ അയൻ. അങ്ങകല ബർസാനയിൽ ഒരു കറുത്ത സുന്ദരന് സ്വപ്നം കണ്ട് രാധാറാണി. സംഭവ ബഹുലമാവുകയാണ്, സംഭവ ബഹുലമാവുകയാണ്. ശ്വാസമടക്കി പിടിച്ചിരുന്ന് കാണേണ്ട എപ്പിസോഡുകളാണിനി, ശ്വാസമടക്കി പിടിച്ചിരുന്ന് കാണേണ്ട എപ്പിസോഡുകളാണിനി. കാത്തിരിക്കുക, കാത്തിരിക്കുക. രാധാറാണി ആയുസ് എനിക്ക് തരും, രാധാറാണി ആയുസ് എനിക്ക് തരും. അതുകൊണ്ട് ഞാൻ വരും അടുത്ത ചൊവ്വാഴ്ച, ഞാൻ വരും അടുത്ത ചൊവ്വാഴ്ച. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.